എല്ലാവർക്കും നമസ്കാരം. പുതിയ യുവതലമുറയെ നമുക്ക് എങ്ങനെയാണ് മനസ്സിലാക്കാൻ സാധിക്കുമെന്നറിയില്ല. ഒരുപാട് നല്ല ചെറുപ്പക്കാരുണ്ട്, നാടിനും സമൂഹത്തിനും വേണ്ടി, കുടുംബത്തിനൊക്കെ വേണ്ടി നല്ല രീതിയിൽ ജീവിക്കുന്ന ചെറുപ്പക്കാർ. പക്ഷേ ചിലർ വൈകാരിക തരംഗങ്ങളിലൂടെ അപ്പൂപ്പൻ താടി പോലെ പറന്ന് നടക്കുന്നവർ, അവരെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല. കാരണം അവർക്ക് ചെറിയ ഒരു വൈകാരികത മതി. ഒരുപക്ഷെ മുന്നിൽ നിൽക്കുന്നത് അവരനാണെന്നുള്ള ചിന്തയൊന്നുമില്ല. അവൻ്റെ തല വേണമെങ്കിൽ തല്ലിപ്പൊളിക്കാം. അങ്ങനെ പലരും ലഹരിയുടെ ആധിക്യത്തിൽ ഒരു കുടുംബത്തെ വരെ കൊന്നൊടുക്കിയ കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ടാകും. ഇക്കഴിഞ്ഞ ദിവസം, അതായത് ഇന്നലെ രാത്രി ഒരു 11:30 ഞാൻ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ നിൽക്കുന്ന സമയത്താണ് കൊരട്ടി പോലീസിൻ്റെ ഒരു വാഹനം വരുന്നത്. 4 ചെറുപ്പക്കാരെ അതിൽ നിന്ന് ഇറക്കുന്നത് കണ്ടു. ആ ചെറുപ്പക്കാരെ കണ്ടു കഴിഞ്ഞാൽ യാതൊരു കുഴപ്പമില്ല, നല്ല കുലീനത്തമുള്ളവർ, നല്ല ഭംഗിയുള്ളവർ. പക്ഷേ അവർ ചെയ്തിരിക്കുന്ന സംഭവം എന്ന് പറഞ്ഞാൽ അടിപിടിയാണ്. എന്തിനാണ് ഈ അടിപിടി ഉണ്ടാക്കിയതെന്ന് പിന്നീട് പോലീസിൽ നിന്നും അറിഞ്ഞപ്പോഴാണ് അമ്പരന്ന് പോയത്. ബൈക്കിൻ്റെ സൈലൻസർ ഉണ്ടല്ലോ, നമുക്കറിയാൻ സാധിക്കും. ചില വായുഗുളിക ടീമുണ്ട്, അവർ ഈ ചന്തിക്ക് പറയിൽ ഈ ബൈക്കും വെച്ചിട്ട് പോണ പോക്ക് കണ്ടിട്ടുണ്ടെങ്കിൽ അവർക്ക് വായുഗുളിക എവിടെന്നോ പോയി മേടിക്കാൻ വേണ്ടിയിട്ടാണ് അവരുടെ പോക്ക്. തൊട്ടടുത്ത് നിൽക്കുന്ന ആളുകൾക്കൊക്കെ ഇതിൻ്റെ ശബ്ദം സംഗതിയൊക്കെ എത്രമാത്രം അസ്വസ്ഥത സൃഷ്ടിക്കും. അതുമാത്രമല്ല, ഇവരുടെ ഈ മരണപ്പാച്ചിൽ, അങ്ങനെ ഈ സൈലൻസറിൻ്റെ ശബ്ദം കൂട്ടിയിട്ട് പോകുന്ന ബൈക്കുകാർ, യുവാക്കളുടെ ആ തീക്ഷണമായിട്ടുള്ള ആ കുതിപ്പ്, അങ്ങനെ കുതിച്ച 2 യുവാക്കൾ. ആ യുവാക്കൾ പോയത് ഇതേ സൈലൻസർ അമിതമായ ശബ്ദത്തിലിട്ടിട്ട് കാതിക്കുടത്ത് ഒരു പ്രദേശത്തെ കൂടെ പോവുകയാണ്. ആ പോകുന്ന സമയത്ത് ഇതിൻ്റെ ശബ്ദം കാരണം, അമിതമായ ശബ്ദവും വേഗതയും കാരണം, അവിടെ നിന്നിരുന്ന സുധി എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ ഇത് ചോദിച്ചു, എന്തിനാണ് ഇതിങ്ങനെ ഈ ഇത്ര ശബ്ദത്തിൽ പോകുന്നത്? നമ്മുടെ യുവാക്കൾ അപ്പൂപ്പൻ താടി പോലെ പറന്നു. അവർ അവിടെ കിട്ടിയ കല്ലും വടിയും ഹെൽമറ്റും ഉപയോഗിച്ച് ആ സുധിയെ ക്രൂരമായി മർദ്ദിച്ചു. അതിനുശേഷമോ അവിടെ സുധിയുടെ അയൽവാസിയായ ജിനേഷിനെയും ഇതുപോലെ തന്നെ ആക്രമിച്ചു. എന്താണ് നോക്കുക, നമുക്ക് ഒരു കാരണവശാലും നമുക്ക് ഈ യുവാക്കളുടെ പെട്ടെന്നുള്ള ഇടപെടൽ മനസ്സിലാക്കാൻ സാധിക്കില്ല. ചിരിച്ചുകൊണ്ടായിരിക്കും അവർ വരിക. അവർ എന്തിനാണ് ഇതിങ്ങനെ ചെയ്യുന്നതെന്ന് അറിയില്ല. എന്തായിരുന്നാലും കൊരട്ടി പോലീസ് സ്റ്റേഷനിലെ SHO ഹബീബുള്ള സാറിനും അതുപോലത്തെ അവിടുത്തെ മുഴുവൻ പോലീസ് ഉദ്യോഗസ്ഥർക്കും അഭിനന്ദനം നേരുകയാണ്. കാരണം ഇമാതിരി വായുഗുളിക മേടിക്കാൻ വേണ്ടി പോകുന്ന വായുഗുളിക ടീംസിനെ നിലയ്ക്ക് നിർത്തേണ്ടതാണെന്ന് പലപ്പോഴും ചിന്തിക്കാറുണ്ട്. പക്ഷേ ആരും ഇവരുടെ പറ്റി ചിന്തിക്കാറില്ല. ഇവരുടെ പോക്ക് കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ഈ ചെറിയ ചെറിയ വഴികളിലൂടെ ഇവർ പോകുന്നുണ്ടെങ്കിൽ ഇനി എന്തെങ്കിലും കാര്യം ചോദ്യം ചെയ്യാൻ വന്നാലോ, ഇതാണ് അവസ്ഥ. പക്ഷേ പോലീസ് പിടികൂടിയിരിക്കുന്നു. ബൈക്ക് സൈലൻസറിന്റെ അമിത ശബ്ദം ചോദ്യം ചെയ്തതിലുള്ള വൈരാഗ്യത്താൽ 2 യുവാക്കളെ കല്ല്, ഹെൽമറ്റ്, വടി എന്നിവ ഉപയോഗിച്ച് ആക്രമിച്ച് പരിക്കേൽപ്പിച്ച സംഭവത്തിൽ 4 പ്രതികളെ കൊരട്ടി പോലീസ് അറസ്റ്റ് ചെയ്തു. മുരിങ്ങൂർ തെക്കുമുറി വില്ലേജ് കട്ടപ്പുറം സ്വദേശി പുളിക്കൽ വീട്ടിൽ സുജിത്ത് 21 വയസ്സ്, ചാലക്കുടി വിയാർപുരം സ്വദേശി പടിഞ്ഞാറേതിൽ വീട്ടിൽ അഞ്ചൽ 21 വയസ്സ്, മുരിങ്ങൂർ തെക്കുമുറി വില്ലേജ് കട്ടപ്പുറം സ്വദേശി പുത്തമ്പുരയ്ക്കൽ വീട്ടിൽ എബിൻ 22 വയസ്സ്, കാതിക്കുടം സ്വദേശി പൂലൂത്ത് വീട്ടിൽ അതുൽ കൃഷ്ണ 22 വയസ്സ് എന്നിവരാണ് പിടിയിലായത്. ഇതിൽ സുജിത്ത് സ്റ്റേഷൻ റൌഡി ലിസ്റ്റിൽ ഉൾപ്പെട്ടയാളും നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതിയുമാണ്. നിയമ നടപടിക്രമങ്ങൾക്ക് ശേഷം പ്രതികളെ കോടതിയിൽ ഹാജരാക്കും. പ്രിയപ്പെട്ടവരെ, പുതുതലമുറ എന്ന് പറയുന്നത് ജൻസികളുടെ കാലഘട്ടമാണ്. ജൻസികൾ ഒരുപാട് നന്മ ചെയ്യുന്ന, ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്തുന്നവരാണ്. പക്ഷേ ഈ ജൻസികളെ നമുക്ക് മനസ്സിലാകുന്നില്ല. വായുഗുളിക മേടിക്കാൻ നിങ്ങൾ പോയിക്കോ, പക്ഷേ തൊട്ടപ്പുറത്ത് നിങ്ങളുടെ ഈ ഭീകരമാർന്ന ഭൂതത്താൻ്റെ ഈ ശബ്ദം കേട്ട് ഞെട്ടിത്തിരിഞ്ഞിരിക്കുന്ന ഒരുപാട് വീട്ടുകാർ തൊട്ടടുത്തുണ്ടാവും. അവിടെ വയസ്സായ ആളുകളുണ്ടാവും, ചിലപ്പോൾ ഹൃദയത്തിനൊക്കെ അസുഖങ്ങളുള്ള ആളുകളുണ്ടാവും, ചെറിയ കുട്ടികളുണ്ടാവും, കുഞ്ഞുങ്ങളുണ്ടാവും. ഇവരൊക്കെ ഭയപ്പെടുത്തിക്കൊണ്ട് നിങ്ങളുടെ ഈ വായുഗുളിക മേടിക്കാൻ പോണ പോക്ക്, അതെന്തായാലും കൊരട്ടി പോലീസ് അവസാനിപ്പിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഓഗസ്റ്റ് 16 രാത്രി 11 മണിയോടെയായിരുന്നു കേസിനാസ്പദമായ സംഭവം. കാതിക്കുടം സ്വദേശി സുധി 31 വയസ്സിൻ്റെ വീടിന് മുന്നിലൂടെ പ്രതികൾ 2 ബൈക്കുകളിൽ സൈലൻസറിൽ നിന്ന് അമിതമായ ശബ്ദമുണ്ടാക്കി പോവുകയായിരുന്നു. ഇത് കണ്ട് വീടിന് മുന്നിൽ നിൽക്കുകയായിരുന്നു സുധി. എന്തിനാണ് ഇങ്ങനെ ശബ്ദമുണ്ടാക്കി പോകുന്നതെന്ന് ചോദിച്ചു. ഇതിലുള്ള പ്രകോപനത്താൽ പ്രതികൾ സുധിയെ കല്ല്, ഹെൽമറ്റ്, വടി എന്നിവ ഉപയോഗിച്ച് മർദ്ദിച്ച് പരിക്കേൽപ്പിക്കുകയും ശബ്ദം കേട്ട് സ്ഥലത്തെത്തിയ സുധിയുടെ അയൽവാസിയായ ജിനേഷിനെയും പ്രതികൾ സമാന രീതിയിൽ കല്ലുകൊണ്ടും ഹെൽമറ്റ് കൊണ്ടും വടികൊണ്ടും ആക്രമിച്ച് പരിക്കേൽപ്പിക്കുകയായിരുന്നു. സുജിത്ത് കൊരട്ടി, ചാലക്കുടി, മാള, അതിരപ്പള്ളി, നിലമ്പൂർ പോലീസ് സ്റ്റേഷൻ പരിധികളിലായി ഒരു പോക്സോ കേസിലും, ഒരു വധശ്രമ കേസിലും, 2 അടിപിടി കേസിലും, പൊതുസ്ഥലത്ത് ലഹരി ഉപയോഗിച്ച് 2 കേസിലും, ലഹരിക്കടിമപ്പെട്ട് പൊതുജനങ്ങളെ ശല്യം ചെയ്ത കേസിലും, മദ്യലഹരിയിൽ മനുഷ്യജീവന് അപകടം വരത്തക്ക വിധം വാഹനമോടിച്ച 2 കേസുകളിലും, മനുഷ്യജീവന് അപകടം വരത്തക്ക വിധം വാഹനമോടിച്ച കേസിലുമടക്കം 10 ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ്. എബിൻ കൊരട്ടി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ പൊതുസ്ഥലത്ത് ലഹരി ഉപയോഗിച്ച കേസിലെ പ്രതിയാണ്. അതുൽ കൃഷ്ണ മനുഷ്യജീവന് അപകടം വരത്തക്ക വിധം വാഹനമോടിച്ച 2 കേസുകളിലെ പ്രതിയാണ്. കൊരട്ടി പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ SHO ഹബീബുള്ള, SIമാരായ ബസന്ത്, സുമേഷ്, ASIമാരായ ജോഷി, ജോയ്, CPO ഷാജി എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത്.